മണിപ്പൂരിൽ വെടിവെപ്പിൽ 2 മരണം. മണിപ്പൂരിലെ കോങ്പിയിൽ കുക്കി വിഭാഗക്കാരായ 2 പേർ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. മേത്തേയ് വിഭാഗത്തിലെ സായുധ സംഘമാണ് വെടിയുതിർത്തതെന്നാണ് ആരോപണം. സിബി ജോസഫ് ചേരുകയാണ്. സിബി, എന്താണ് ഉണ്ടായത്? അസിത, മണിപ്പൂരിലെ കാങ്പോക്കയിൽ കുക്കി വിഭാഗക്കാരായ 2 പേർ വെടിയേറ്റ് കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കാംബോക്കി മേഖല എന്ന് പറയുന്നത് കുക്കി വിഭാഗത്തിന് സ്വാധീനമുള്ള മേഖലയാണ്. ഇവിടെ മെയ്തേയ് വിഭാഗത്തിലെ സായുധ സംഘങ്ങൾ എത്തി അവിടെ വെടിയുതിർത്തു എന്നുള്ളതാണ് ആരോപണം. മെയ്തേയ് വിഭാഗത്തിലെ സായുധ സംഘമായ ആരംഭായ് തെങ്കോൽ അംഗങ്ങളാണ് വെടിയുതിർത്തതെന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. പ്രത്യേകിച്ച് ഈ മണിപ്പൂരിൽ സംഘർഷത്തിന് ശേഷം ഈ കുക്കി വിഭാഗത്തിന്റെയും മെയ്തേയ് വിഭാഗത്തിന്റെയും മേഖലകളിൽ അവരെല്ലാം തന്നെയും സായുധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് അവിടെ അവരുടെ വില്ലേജുകളിൽ അവർ തമ്പടിക്കുന്നുണ്ട്. അങ്ങനെ ഈ മണിപ്പൂരിലെ ഈ കാംബോക്കി ജില്ലയിൽ അവിടെ കുക്കി വിഭാഗം തമ്പടിക്കുമ്പോൾ അങ്ങോട്ടേക്ക് എത്തിയ മെയ്തേയ് വിഭാഗത്തിലെ സായുധ സംഘം വെടിയുതിർത്തെന്നും ഇവിടെ 2 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഇതിൽ സമാനമായ രീതിയിൽ ചില വെടിവെപ്പുകൾ നടന്നിരുന്നു. പ്രത്യേകിച്ച് മണിപ്പൂരിലെ തെങ്നൌപാൽ ജില്ലയിൽ 2 വിവിധ ഗ്രൂപ്പുകൾ തമ്മിൽ അക്രമം നടന്നതായി വാർത്തകൾ പുറത്തുവരികയും അന്ന് വെടിവെപ്പ് ഉണ്ടാകുകയും അന്ന് 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ രണ്ടാമത്തെ സംഭവമാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു പ്രചരണം പോകുന്ന ഒരു ഘട്ടം കൂടിയാണ്. ഈ 19-ാം തീയതിയാണ് മണിപ്പൂരിലെ മണിപ്പൂരിലും ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അവിടെ വീണ്ടും സംഘർഷം ഉണ്ടാകുന്നത്. കഴിഞ്ഞ മെയ് 3-ന് പൊട്ടിപ്പുറപ്പെട്ട സംഘർഷം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അവിടെ സമാധാനം പുനഃസ്ഥാപിച്ചു എന്നല്ല നിലയിൽ നരേന്ദ്രമോദി അവകാശപ്പെടുമ്പോഴും മണിപ്പൂരിലെ സംഘർഷങ്ങൾക്ക് യാതൊരു അയവും വന്നിട്ടില്ല എന്നുള്ളതാണ് പുതിയ സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോഴും വിവിധ ഇടങ്ങളിൽ, പ്രത്യേകിച്ച് കുക്കി വിഭാഗത്തിനും മെയ്തേയ് വിഭാഗത്തിനും സ്വാധീനമുള്ള വിവിധ ഇടങ്ങളിൽ 2 ഗ്രൂപ്പുകളും ഇപ്പോഴും ചേരിതിരിഞ്ഞുകൊണ്ട് പലയിടത്തും വെടിവെപ്പും അക്രമവും നടത്തുന്നതിനുള്ള പുതിയ വിവരം. ഇപ്പോൾ ഏറ്റവും കൂടുതലായി ലഭിക്കുന്ന വിവരമനുസരിച്ച് മണിപ്പൂരിലെ കുക്കി വിഭാഗത്തിന് സ്വാധീനമുള്ള കാംപോക്കയിൽ 2 കുക്കി വിഭാഗക്കാരായ 2 പേരെ ഈ മെയ്തേയ് വിഭാഗത്തിലെ സായുധ സേന വെടിവെച്ച് കൊലപ്പെടുത്തി എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അസിത, സിബി ജോസഫാണ് ആ വിവരങ്ങൾ നൽകുന്നത്. മണിപ്പൂരിൽ വീണ്ടും വെടിവെപ്പുണ്ടായിരിക്കുന്നു. 2 പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം. സിബി ജോസഫ് തുടരുന്നുണ്ട് വിവരങ്ങളുമായി. സിബി പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് കൂടി അടുത്ത പശ്ചാത്തലമുണ്ട്. അപ്പോൾ അത്തരം സുരക്ഷാ മുൻകരുതലുകൾ മണിപ്പൂരിൽ പ്രത്യേകമായി സ്വീകരിച്ചിട്ടുള്ള നിലയുണ്ടായിരുന്നു. അതിനിടയിലുണ്ടായ ആക്രമണത്തെ എങ്ങനെയാണ് ആ നിലയിൽ കാണേണ്ടത്? അസിത, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ അവിടെ എല്ലാം തന്നെയും ഏറെ സുരക്ഷിതമായ ഒരു അവസ്ഥയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നരേന്ദ്രമോദി അവകാശപ്പെടുന്നത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പശ്ചാത്തലം തന്നെയും കഴിഞ്ഞ ദിവസം അസമിൽ നരേന്ദ്രമോദി പ്രസംഗിച്ചപ്പോൾ പ്രധാനമായും പറഞ്ഞത് മണിപ്പൂരിൽ ഒരു സമാധാനം കൊണ്ടുവരാൻ കഴിഞ്ഞു. അവിടെ വളരെ സൂക്ഷ്മമായ രീതിയിലായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം തന്നെ ഇടപെട്ടത്. മണിപ്പൂരിലെ സംഘർഷം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞെന്നും അവിടെ വളരെ നല്ല രീതിയിലുള്ള ഇടപെടൽ കേന്ദ്ര സർക്കാർ നടത്തിയെന്നല്ല നിലയും അസമിൽ വെച്ച് അദ്ദേഹം ഒരു സ്വകാര്യ ചാനലിന് ആദ്യമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ പിറ്റേ ദിവസം തന്നെയാണ് ഈ മണിപ്പൂരിൽ വീണ്ടും പല പ്രത്യേകിച്ച് തെക്നൌപാൽ ജില്ലയിലടക്കം നിലയും പല സംഘർഷങ്ങളും ഉണ്ടാകുന്ന ഒരു വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, മണിപ്പൂരിൽ ഈ ഒരു കഴിഞ്ഞ മെയ് 3-ന് പൊട്ടിപ്പുറപ്പെട്ട സംഘർഷത്തിൽ 200-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. കൂടാതെ നിരവധി സ്ത്രീകൾ കൂട്ടമാനഭംഗത്തിന് ഇരയായി. അങ്ങനെ നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോഴും അത് തുടർന്നുകൊണ്ട് പോകുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. മണിപ്പൂരിൽ BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് ഇതുവരെയും സമാധാനം പുനഃസ്ഥാപിക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. അവിടെ ഇരട്ട സർക്കാർ പോലെ, അതായത് സംസ്ഥാനവും കേന്ദ്രവും ഭരിക്കുന്ന BJP സർക്കാരിന് മണിപ്പൂരിൽ സമാധാനം കൊണ്ടുവരാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അവിടെ ഒരു വംശീയ ഹത്യയാണെന്ന് ഒരു ആരോപണമായി BJP ഇപ്പോഴും നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. പക്ഷെ അവിടെ വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ട് തന്നെ ആ സംസ്ഥാനത്തെ 2ആയി വിഭജിക്കുന്ന രീതിയിലേക്കാണ് BJP സർക്കാർ അവിടെ ഇടപെട്ടത്. ആ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇനിയിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം ഒരു വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നു. അവിടെ 2 ലോക്സഭാ സീറ്റാണ് ഉള്ളത്. ഒന്ന് ഇന്നർ മണിപ്പൂർ, മറ്റൊന്ന് ഔട്ടർ മണിപ്പൂർ. ഈ 2 മണിപ്പൂരിലും തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിച്ച് പോകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പക്ഷേ എങ്കിൽ പോലും അവിടെ നിരവധി ആളുകൾ എല്ലാം തന്നെയും ഭൂരിഭാഗം പേരും പല പല ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന പശ്ചാത്തലമാണുള്ളത്. സ്ത്രീകളും കുട്ടികളും അടക്കമെല്ലാം തന്നെയും വിവരങ്ങൾ നൽകുന്നത്. സിബി, ദയവായി തുടരുക. മണിപ്പൂരിൽ വീണ്ടും വെടിവെപ്പുണ്ടാകുന്നു. 2 പേരാണ് കൊല്ലപ്പെട്ടത്.